നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. സമൂഹത്തിലെ വളരെ സാധാരണക്കാരായ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പ്രശ്നങ്ങളിൽ ചിലതിലൊക്കെ ഫലം കണ്ടു തുടങ്ങുന്നു. അങ്കണവാടിയുടെ വിഷയം വളരെ ഗൗരവമായിട്ടാണ് സുഭാഷിതം ടീം ഏറ്റെടുത്തത്. അതിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു ചെറിയ സംഘം കേരളത്തിലാകെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അങ്കണവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഞങ്ങളെ സഹായിക്കുന്നു. അത് നിഷ്പക്ഷരായി നിൽക്കുന്നവർ, യൂണിയൻ നേതാക്കൾ വരെയുണ്ട്. നേതാക്കൾ മീൻസ് പ്രധാനപ്പെട്ട നേതാക്കളല്ല, പക്ഷേ യൂണിയനിൽ പ്രവർത്തിക്കുന്നവർ, അതിൽ മെമ്പർഷിപ്പുള്ളവർ എല്ലാവരും. കാരണം ഇതൊരു സതുദ്ദേശപരമായ കാര്യമായതുകൊണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നു. അവർക്കെല്ലാം ആദ്യമേ നന്ദി പറയുന്നു. ചില കുഞ്ഞു ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പെൻഷൻ വലിയ മുടക്കമുണ്ടെന്ന് നമ്മൾ ബഹളമുണ്ടാക്കി, സുഭാഷിതം ചാനൽ ബഹളമുണ്ടാക്കി ഒരുപാട് വീഡിയോകൾ ചെയ്തു. അവസാനം 3 മാസത്തെ പെൻഷൻ എല്ലാവർക്കും കൊടുത്തു. അത് സർക്കാരിൻ്റെ തന്നെ നേട്ടമായിട്ടോ അല്ലെങ്കിൽ യൂണിയനുകളുടെ നേട്ടമായിട്ടോ ക്ഷേമ കോർപ്പറേഷൻ്റെ ക്ഷേമനിധി ബോർഡിൻ്റെ നേട്ടമായിട്ട് തന്നെ എടുത്തോട്ടെ, പക്ഷേ ഞങ്ങളും അതോടൊപ്പം ഒരു തള്ളി എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനിക്കാം. അതുപോലെ തന്നെ പല ജില്ലകളിലും, പ്രത്യേകിച്ച് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ വിവിധ ജില്ലകളിൽ പാസ്ബുക്കുകൾ വ്യാപകമായി തിരിച്ചു കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, ക്ഷേമനിധി ബോർഡിൽ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടായി വരുന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ പുതിയതായിട്ട് ഉണ്ടായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്ക് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ഇത് കിട്ടും. അപ്പോൾ പാസ്ബുക്കുകൾ തിരിച്ച് കിട്ടുന്നവർ ഇപ്പോഴും പല അങ്കണവാടി വർക്കർമാരും ടീച്ചർമാരും ഹെൽപ്പർമാരും സുഖം പിടിക്കാൻ വേണ്ടി പാസ്ബുക്ക് അവിടെ വച്ചിട്ടുണ്ട്. നിങ്ങളത് വാങ്ങണം. നിങ്ങളുടെ ലീഡർമാരും ഉപലീഡർമാരും എല്ലാവരും കൂടെ ഇരുന്ന് എഴുതി, വേണമെങ്കിൽ നിങ്ങൾ പോയിരുന്ന് എഴുതിയൊക്കെ കൊടുത്ത് നിങ്ങൾ അവധി ദിവസമോ എന്തെല്ലാം അവധികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ വെച്ചോ അവിടെ ഇരുന്നോ നിങ്ങൾ എഴുതി കൊടുക്കണം. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ ഒരു അമ്മ പാസ്ബുക്കിൽ അടയ്ക്കേണ്ട 3000 രൂപ കൊടുത്തിട്ട് 1 വർഷമായിട്ട് ആ പൈസ അടയ്ക്കാൻ മറന്നുപോയതുകൊണ്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. അങ്ങനെ 100 കണക്കിന് കേസാണ് കിടക്കുന്നത്. 100 കണക്കിന് കേസ്. ഓഫീസർമാർ ഒന്ന് ജോലി തിരക്കായി, CDPമാരും സൂപ്പർവൈസർമാർക്കും ICDS ഓഫീസർമാർക്കും ഒന്നുകിൽ ജോലി തിരക്കായിരിക്കും, അവർക്ക് അറിയില്ല, എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കഴിവില്ലാത്തവരായിരിക്കും, ഏതോ പ്രശ്നമുണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ പിന്നെ ക്ലർക്കും ഒക്കെ ഉണ്ടല്ലോ, ഒരു ഉഴപ്പുണ്ട് എവിടെയോ. അതുകൊണ്ട് പല പാസ്ബുക്കുകളും പോകുന്നില്ല, അതിൽ എൻട്രി ചെയ്യുന്നില്ല, അത് കിട്ടാത്ത സാഹചര്യം വരുന്നു, ചിലയിടത്ത് നഷ്ടപ്പെട്ട സാഹചര്യം വരുന്നു. അതുകൊണ്ട് നിർബന്ധമായും എല്ലാ വർക്കർമാരും ഹെൽപ്പർമാരും നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും അംഗൻവാടിയിൽ പോയി, അല്ല നിങ്ങളുടെ CDP ഓഫീസിൽ പോയി സൂപ്പർവൈസറെ വിളിച്ച് നിങ്ങളെ ലീഡർ വഴി നിങ്ങളുടെ പാസ്ബുക്കുകൾ നിങ്ങൾ വാങ്ങണം. അതിൽ നിങ്ങൾ അവസാനം അടച്ച പൈസ വരെ ചേർത്തിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണം. അത് വളരെ പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സോഫ്റ്റ്വെയർ വരുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പ്രോജക്റ്റിൽ കുറേ കൂടി മയപ്പെടുന്നുണ്ട് ഉദ്യോഗസ്ഥർ സംസാരത്തിലും പ്രവൃത്തിയിലും. ഈ പാതിരാത്രിയും എപ്പോഴെങ്കിലും വെളുപ്പാങ്കാലത്തും ഒക്കെ ഉള്ള മെസ്സേജ് അയപ്പും ഉടനെ തന്നെ റിപ്പോർട്ട് വേണമെന്നുള്ള പരിപാടികളൊക്കെ കുറച്ച് വരുന്നുണ്ട്. സമയം കൊടുത്താണ് റിപ്പോർട്ടൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഫോണിൻ്റെ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ ഗ്രാറ്റുവിറ്റി, അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ഇതുവരെ 3 വർഷമായി നിങ്ങൾക്ക് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടില്ല. അത് നമുക്ക് കൂട്ടായ്മയുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ നിൽക്കുമെങ്കിൽ നമ്മൾ കൂട്ടായി അന്വേഷിക്കാം. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ള അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാരും ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതോടൊപ്പം നിന്ന് സെക്രട്ടേറിയറ്റിലോ ആയാലും മന്ത്രി ഓഫീസിലായാലും ക്ഷേമ ബോർഡിലായാലും ഒക്കെ പോയി ഫയൽ ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങളുണ്ടെങ്കിൽ ഞാനും കൂടെയുണ്ട്. പക്ഷേ വടക്കൻ ജില്ലകളിലുള്ളവർക്ക് അവരോടൊപ്പം പോകാനൊന്നും പറ്റില്ല. എന്നാൽ വടക്കൻ ജില്ലകളിലുള്ളവർക്ക് MLA മാർ വഴിയും മന്ത്രിമാർ വഴിയും നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾ വഴിയുമായിട്ടൊക്കെ ഈ കാര്യങ്ങൾ മൂവ് ചെയ്യാം. പിന്നെ തെക്കൻ ജില്ലകൾ പോകുന്നെങ്കിൽ അവർക്ക് ചെറിയ സാമ്പത്തിക സഹായം TA-ക്കൊക്കെ കൊടുക്കാം. നിങ്ങൾ തമ്മിലായിക്കോണം. ഞാൻ വഴിയൊന്നും പൈസ കളക്ഷനൊന്നുമില്ല. TA ഒക്കെ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കും. ആ തരത്തിലൊരു ടീം ഉണ്ടായി വരട്ടെ. അതുപോലെ തന്നെ പെൻഷൻകാരുടെ പെൻഷൻ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിപ്പിക്കണം. ശമ്പളം 24,000 21,000 ആക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ നേടിയെടുക്കാം, ഇതെല്ലാം കുറേശ്ശെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അല്ലയോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു 1.5 ചോദ്യമാണ്. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു വീഡിയോ അടുത്ത ദിവസം ചെയ്യുന്നതാണ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണോ അല്ലെങ്കിൽ അല്ലയോ, അല്ലെങ്കിൽ എങ്ങനെ ആക്കാൻ എന്താണ് മാർഗം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് സുപ്രീം കോടതി വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങൾ വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ വീഡിയോയിൽ വരികയാണെങ്കിൽ സാധാരണ സർക്കാർ, അതായത് NRHM പോലെയോ അല്ലെങ്കിൽ NHM പോലെയോ ആശാ വർക്കേഴ്സ് പോലെയോ തൊഴിലുറപ്പ് പോലെയോ ഉള്ള ഒരു സംവിധാനമേ അല്ല അങ്കണവാടികൾ. അതിൻ്റെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരും. അത് വരുമ്പോൾ നിങ്ങൾ കാണുക. അതിനനുസരിച്ചുള്ള പോരാട്ടം നമുക്ക് നടത്താം. എന്തായാലും ഇതിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും ചേരണം. സകല അങ്കണവാടി ജീവനക്കാരും വർക്കർമാരും ഹെൽപ്പർമാരും 66,000 പേരും
പെൻഷൻ പറ്റിയവരും ഉൾപ്പെടെ എല്ലാം കൂടി ഒരു 75,000 അല്ലെങ്കിൽ 80,000 പരമാവധി പോയ 1,00,000-ലധികം ആളുകളുണ്ട്. നിങ്ങൾ 1,00,000 പേരും ഒറ്റ മനസ്സോടെ നിന്നാൽ സുഭാഷിതം ചാനലും വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും, നിങ്ങളുടെ പിന്നിലുണ്ടാകും. നിങ്ങൾ മുമ്പേ നടക്കുക. ശക്തിയും ആവേശവും പകർന്ന് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഓരോ ആവശ്യങ്ങളായി നേടിയെടുക്കുന്നവരെ എല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം.